ഫ്രീഡം കാണാൻ വന്നത്, പക്ഷേ അത് തുടങ്ങിയില്ല. അങ്ങനെ സൂത്രവാക്യം കണ്ട് സൂപ്പർ 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 ാണ്. എനിക്കറിയില്ല ഈ വിവാദം വന്നതുകൊണ്ടാണോ എന്താണ് ആളുകൾ ഇതിനോടൊരു അറിയില്ല. ഒരു പ്രശ്നം വന്നാൽ അത് എത്ര സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ പടം പോയി കാണൂല. ഇതിൻ്റെ ഒരു സമയമല്ലേ, ഇതൊരു ഷൈൻ ടോം ചാക്കോയുടെ ഒരു തിരിച്ചുവരവാണ്. ഈ ഒരു നിമിഷത്തോടുകൂടി മറ്റേ സബ് ടൈറ്റിൽ വേണം എന്നുള്ളൊരു ഇമേജ് അങ്ങ് മാറുവാണ്. നമ്മൾ സിമ്പിൾ പടം പോലെ വിചാരിച്ചു, പക്ഷേ ഫസ്റ്റ് ഹാഫിന് ശേഷം സൂപ്പർ പടമായി. ഷൈൻ ടോമിന് റോള് നല്ല സൂട്ടാണ്. വിൻസി ഓക്കെയാണ്, പക്ഷേ ഒരു ആവറേജ് പടമാണ്. കൊള്ളാം, നല്ല സിനിമ. ഷൈൻ ടോം ചാക്കോ മീൻസ് റെഗുലർ ആയിട്ടുള്ള ഒരു ഇത് മാറ്റിയിട്ട് നീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അഭിനയമായിരുന്നു. കൊള്ളാം, നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതിയൊരു സ്റ്റോറി ആയിട്ട് എല്ലാവർക്കും വൺ ടൈം വാച്ചബിളായിരിക്കും. സിനിമ സൂപ്പർ പടം. നമ്മൾ സിമ്പിൾ പടം പോലെ വിചാരിച്ചു, പക്ഷേ ഫസ്റ്റ് ഹാഫിന് ശേഷം സൂപ്പർ പടമായിട്ടുണ്ട്. നല്ലൊരു കിടിലം പടം. നമ്മൾ വിചാരിക്കാത്ത ക്ലൈമാക്സ്. കേസ് അന്വേഷണമൊക്കെ തന്നെയാണ് പോകുന്നത്. അല്ല, കേസ് അന്വേഷണം തന്നെയാണ്. നല്ലൊരു സിമ്പിൾ പടം, വിജയിക്കും പടം. ഇനി ആൾക്കാർ അറിഞ്ഞു കയറി. ഷൈൻ ടോം ചാക്കോ സൂപ്പർ അഭിനയം. ആദ്യത്തെ വലിയ കാണുമ്പോൾ വിചാരിക്കും പടം മോശമാണ്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലാണ്. ആ തിരക്കഥ ഇതാണ് ഷൈൻ ചാക്കോരെ നല്ല രസമാണ്. സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലാണ്. പറയാം, ത്രില്ലർ ടൈപ്പ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പം പ്രഡിക്റ്റബിൾ ആണ് കാര്യങ്ങളെല്ലാം. ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ഒക്കെ ആയിരുന്നു എന്ന് ഡയറക്ടിങ് വൈസ്. പിന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ നമുക്കൊരു കണ്ടിന്യൂഷൻ ഇല്ലാത്തൊരു ഫീലുണ്ട്. അതുകൂടെ ബെറ്റർ ആക്കി കൊള്ളാമെന്ന് ഫീൽ ചെയ്തു. എന്തായാലും കൊള്ളാം, വൺ ടൈം വാച്ചബിൾ ആണ്. ഷൈൻ ടോമിന് റോള് നല്ല സൂട്ടാണ്. വിൻസി ഓക്കെയാണ്, പക്ഷേ ഷൈൻ ടോമിന് നല്ല രീതിയിൽ ഒരു പോലീസ് വേഷം സൂട്ടാണ്. സൂത്രവാക്യം നല്ലൊരു സിനിമയാണ്. പിന്നെ ഷൈൻ ടോമിനെ നോക്കുമ്പോൾ പുള്ളി കുറച്ചും കൂടെ പണ്ട് കണ്ടത് പോലെയല്ല, ഇപ്പം ആ പഴയ പോലെയല്ല. പുള്ളി കുറച്ച് ബോധത്തോടെ അഭിനയിച്ചൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പടത്തിന് എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ പാട്ടുകളാണ്. പാട്ടും ബീജിയം കുറച്ചും കൂടെ മുമ്പോട്ട് നിന്നു. പിന്നെ എന്താണ് എഡിറ്റിംഗ് ഭാഗത്ത് ചെറിയ ഫ്ലോസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഓവറോൾ പടം ഒരു സ്ലോ പീസ് പോകുന്ന ഒരു ഡ്രാമ ത്രില്ലർ ജോണിൽപ്പെട്ട പടമാണ്. ഇതിൻ്റെ ഒരു സമയമല്ലേ, ഇതൊരു ഷൈൻ ടോം ചാക്കോയുടെ ഒരു തിരിച്ചുവരവാണ്. ഈ ഒരു നിമിഷത്തോടുകൂടി മറ്റേ സബ് ടൈറ്റിൽ വേണം എന്നുള്ളൊരു ഇമേജ് അങ്ങ് മാറുവാണ്. ഷൈൻ ടോം ചാക്കോയുടെ വൻ തിരിച്ചുവരവ്. സിനിമ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഭയങ്കര രസമായിട്ട് നല്ലൊരു കോൺസെപ്റ്റിൽ പടം ചെയ്തിട്ടുണ്ട്. ചെറിയ ടെക്നിക്കൽ പാളിച്ചകൾ ഒഴിച്ചാൽ പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മസ്റ്റായി കാണുക. അതിൻ്റെ ഞാൻ പറയാം, ഈ അടുത്തിറങ്ങി ഒരു പക്ഷേ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഭീഷ്മപർവത്തിന് ശേഷം എനിക്ക് ഷൈൻ്റെ ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ഇതാണ്. പിന്നെ എടുത്തു പറയണില്ല BGM ആണ്. കാരണം ചില സീനുകൾ നമ്മൾ വെച്ച് പാട്ട് പാടി ബോറാവുന്നു, പക്ഷേ അങ്ങനെയല്ല, BGM കൊണ്ട് അവർ ആ സീൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടൊരു ഡീസൻറ്റ് പടമാണ്. എന്തായാലും ആളുകൾ കണ്ട് ഇറങ്ങി വരേണ്ടൊരു പടമാണ്. തിരക്ക് കുറവാണ്. എനിക്കറിയില്ല ഈ വിവാദം വന്നതുകൊണ്ടാണോ എന്താണ് ആളുകൾ ഇതിനോടൊരു അറിയില്ല. ഒരു പ്രശ്നം വന്നാൽ അത് എത്ര സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ പടം പോയി കാണൂല. അപ്പം ആ ഒരു സെൻസിൽ ഈ സിനിമ ഇനി അറിയില്ല, പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ട ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. ഷൈൻ ടോം ചാക്കോ ഒരു തിരിച്ചുവരവാണ്. കാരണം എല്ലാ പടത്തിലും ഒരു ക്ലീശേ കുഴ സെറ്റപ്പ് അടിച്ചിട്ട് പോണ ഷൈൻ ടോം ചാക്കോ അല്ല. കാരണം ഇവിടെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം പോലീസ് ഷോ നല്ല രീതിയിൽ ചെയ്തു. ആൻഡ് എല്ലാവരും എടുത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് തന്നെ പറയണം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇത് പിടിച്ച് പോകാൻ കുറച്ച് ടൈം എടുക്കുകയിലും, പക്ഷേ പടം കൊളുത്തും, ഉറപ്പാണ്, തൂക്കിയടിക്കും. ഫ്രീഡം കാണാൻ വന്നത്, പക്ഷേ അത് തുടങ്ങിയില്ല. അങ്ങനെ സൂത്രവാക്യം കണ്ട് സൂപ്പർ സൂപ്പർ സൂപ്പർ. കോമഡിയല്ല, സീരിയസ് പടം, ഭയങ്കര പടം, സൂപ്പർ.